ആ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ ആ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ ഓ ഓ ഔ അം അ ക ഖ ഗ ഘ ങ ഛ ഛ ജ ഝ ഞ ഠ ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ള ര ക്ഷ. ബൾബ് കണ്ടെത്തിയ തോമസ് ആൽവ എഡിസനെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു നല്ല നേതാവായ എഡിസന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടോ? ദീർഘകാലത്തെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളുടെ ഫലമായിരുന്നു ബൾബ്. അത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം പത്രക്കാരെയൊക്കെ വിളിച്ച്, ആളുകളെ വിളിച്ച് കടന്നു വരുമ്പോൾ ആ ബൾബ് ഏൽപ്പിക്കുന്നത് തന്റെ അസിസ്റ്റന്റായ ഒരു യുവാവിന്റെ കയ്യിലാണ്. നിർഭാഗ്യവശാൽ അയാളുടെ കയ്യിൽ നിന്നും ആ ബൾബ് വീണ് പൊട്ടി. എല്ലാവരും ഞെട്ടി നിൽക്കുന്ന സമയത്ത് നിരാശനായി തോമസ് ആൽവ എഡിസൺ പത്രക്കാരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, എനിക്ക് ഈ ബൾബ് നിർമ്മിക്കാൻ ഒരു 24 മണിക്കൂർ കൂടി വേണം, അതുകൊണ്ട് നമുക്ക് നാളെ ഇത് പ്രദർശിപ്പിക്കാം. അങ്ങനെ പിറ്റേ ദിവസം തന്റെ ബൾബിന്റെ പണി പൂർത്തിയാക്കി തോമസ് ആൽവ എഡിസൺ കടന്നു വരുമ്പോൾ ആ ബൾബ് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരുടെ കയ്യിൽ നിന്നാണോ വീണ് പൊട്ടിയത് അതേ അസിസ്റ്റന്റ് കയ്യിലാണ്. അങ്ങനെ വളരെ വിജയകരമായി അത് പ്രദർശിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് ഒരു പത്രക്കാരൻ എഡിസൺ അടുക്കൽ വന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഒരിക്കൽ കൂടി അയാളുടെ കയ്യിൽ കൊടുത്തത്? എഡിസൺ കൊടുത്ത മറുപടി എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ബൾബ് നിർമ്മിക്കാൻ ഒരു 24 മണിക്കൂർ മതി, പക്ഷെ അയാളുടെ ആത്മവിശ്വാസം തകർന്നു പോയാൽ അതൊരു പക്ഷേ 24 വർഷമെടുത്താലും അത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നതായിരുന്നു തോമസ് ആൽവ എഡിസന്റെ മറുപടി. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു വ്യക്തമായ മാതൃകയായിരുന്നു അദ്ദേഹം അവിടെ കാണിച്ചു തന്നത്. सवेरे सवेरे यारों से मिलने बन ठन के निकले सवेरे सवेरे यारों से मिलने घर से दूर चले हम, रोके से ना रुके हम, मर्जी से चले हम, बादल सा गरजे हम, सावन सा बरसे हम, सूरज सा चमके हम, स्कूल चले हम, स्कूल चले हम, हो 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 दरवाजे से दुनिया के राज खुलते हैं, कोई आगे चलता है हम पीछे चलते हैं, दीवारों पे किस्मत अपनी लिखी जाती है, इससे हमको जीने की वजह मिलती जाती है, रोके से ना रुके हम, मर्जी से चले हम, बादल सा गरजे हम, सावन सा बरसे हम, सूरज सा चमके हम, स्कूल चले हम, स्कूल चले हम, हो 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 से ना
सुर चले हम ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടുവന്ന തോമസ് ആൽവ എഡിസൺ അമ്മയ്ക്ക് നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഈ കത്ത് അമ്മയ്ക്ക് തരാൻ ക്ലാസ് ടീച്ചർ പറഞ്ഞു. ആകാംക്ഷയോടെ എഡിസൻ്റെ അമ്മ ആ കത്ത് വാങ്ങി. കത്തിലൂടെ കണ്ണോടിച്ച എഡിസൻ്റെ അമ്മയുടെ മുഖം മങ്ങി. ഈ ഭാവമാറ്റം കണ്ട എഡിസൺ ചോദിച്ചു, എന്താ അമ്മേ ഈ കത്തിൽ? ഉടനെ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ ആ കത്ത് ഉറക്കെ വായിച്ചു. നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുള്ള ഒരു കുട്ടിയാണ്. ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവനെ നന്നായി പഠിപ്പിക്കാൻ മതിയാവില്ല. നിങ്ങൾ തന്നെ കൂടുതൽ സമയം അവനെ പഠിപ്പിക്കുന്നതാകും ഉചിതം. നാളുകൾ കടന്നുപോയി. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. എഡിസൺ ലോകമറിയുന്ന നൂറ്റാണ്ടിലെ തന്നെ മികച്ച ശാസ്ത്രജ്ഞനായി മാറി. ഒരു ദിവസം വീട്ടിലെ പഴയ സാധനങ്ങൾ അടുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ എഡിസണ് മടക്കിയ ഒരു പഴയ പേപ്പർ കഷ്ണം കിട്ടി. എഡിസൺ അതെടുത്ത് നോക്കി. അന്ന് തൻ്റെ ടീച്ചർ അമ്മയ്ക്കായി കൊടുത്തുവിട്ട കത്തായിരുന്നു അത്. എഡിസൺ അത് വായിച്ചു നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. ഇവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല. ദയവായി ഇനി ഇവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത്. ഇത് വായിച്ച ശേഷം എഡിസൺ മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്ന് വാവിട്ടു കരഞ്ഞു. അവസാനം അയാൾ തൻ്റെ പഠനമുറിയിലെ മേശയിൽ നിന്നും ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു, ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിനു മുന്നിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീരവനിത. എല്ലാ അർത്ഥത്തിലും നമുക്കിത് ഓർക്കാം. ദുർബല മനസ്സുള്ള ഇന്നത്തെ കുട്ടികൾ നാളെയുടെ അഭിമാനമായി മാറിയേക്കാം. തളരല്ലേ, നിങ്ങളാകാം നാളെയുടെ ധീരവനിതയോ ധീരപുരുഷനോ. ധൈര്യത്തോടെ മുന്നേറൂ.